يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരുടെയും ഇരുലോക വിജയത്തിന് കനിഞ്ഞരുളിയ ഒരു മാതൃകാ ജീവിതമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിതം. എല്ലാ നബിമാരുടെയും ജീവിതം മനോഹരമാണ്. മുഴുവൻ പ്രബോധകന്മാരുടെയും നിമിഷങ്ങൾ സുന്ദരമാണ്. എന്നാൽ അതിലെല്ലാം സമ്പൂർണവും വളരെ ഉജ്ജ്വലവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ജീവിതവും അതിൻ്റെ ഉന്നതമായ സന്ദേശങ്ങളും. എല്ലാ പ്രബോധകന്മാർക്കും നബിമാർക്കും അവരുടെ ജീവിതത്തിൽ 4 ഘട്ടങ്ങളുണ്ടാകും. ഒന്ന്, അവരുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കം. 2, ത്യാഗത്തിൻ്റെ പാരമ്യം. 3, അല്ലാഹുവിൻ്റെ സഹായത്തിൻ്റെ തുടക്കം, സഹായത്തിൻ്റെ പ്രകടനത്തിൻ്റെ തുടക്കം. 4, ആ സഹായത്തിൻ്റെ പൂർത്തീകരണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങളും വളരെ കൂടുതലായി പ്രകടമായിട്ടുണ്ട്. ഒന്നാമതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് തിന്മകളില്ലാതാകണം, നല്ലൊരു അന്തരീക്ഷമുണ്ടാകണം എന്ന് കൊതിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഭവനമായ കഅബ ഷരീഫയിലേക്ക് നോക്കി ഹിറാ ഗുഹയിൽ ഇരുന്ന് അറിയാവുന്ന പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരിക്കൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഥമ സൂക്തങ്ങൾ ഓതി കേൾപ്പിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പ്രവാചകത്വത്തിൻ്റെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം രഹസ്യമായിട്ടും പിന്നീട് പടച്ചവന്റെ കൽപ്പന വന്നപ്പോൾ പരസ്യമായിട്ടും പ്രബോധനം ആരംഭിച്ചു. പക്ഷേ ഈ പ്രബോധനം പട്ടുമെത്തയിൽ കിടന്നുകൊണ്ടും ശരീരമൊന്നും മനങ്ങാതെയും ജോലിയൊന്നും ചെയ്യാതെയും എല്ലാവരുടെയും
അനുകൂല സ്വരങ്ങൾ കേട്ടുകൊണ്ടുമായിരുന്നില്ല. പ്രബോധനത്തിൻ്റെ തുടക്കം തന്നെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന പിതൃവ്യൻ അബൂലഹബിൻ്റെ ആക്ഷേപശരങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും വല്ലാത്ത മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടു. അതിലെല്ലാം ഉപരി മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കപ്പെട്ടു. അള്ളാഹുവിനെ ആരാധിക്കുന്നതിനും ലോകം മുഴുവനും ആ ആരാധനയുടെ പ്രഭാകിരണങ്ങൾ പരത്തുന്നതിനു വേണ്ടി അള്ളാഹു ഇദം പ്രഥമമായി സ്ഥാപിച്ച കഅബ ഷരീഫിന്റെ പൂമുറ്റത്ത് ആ അള്ളാഹുവിന്റെ ഹബീബും മഹബൂബുമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമായ നമസ്കാരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലഭാവമായ സുജൂദിൽ കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരത്ത് ശിരസിൽ അത് ഉയർത്താൻ പറ്റാത്ത നിലയിൽ കൊണ്ടുവന്നിടുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ കൂറും കൃപയും ഉണ്ടായിരുന്ന വ്യക്തിത്വം. അവരുടെ കാലഘട്ടത്തിൽ നിഷേധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുറന്ന് ഉപദ്രവിക്കാൻ മടിച്ചിരുന്നു. ആ സ്ത്രീക്കും അവരുടേതായ സ്ഥാനമുണ്ട്, അവരുടേതായ ധർമ്മമുണ്ട്. എന്നാൽ അവരുടെ വിയോഗത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഇറങ്ങിയതിനെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് മക്ക മുഴുവനും തങ്ങൾക്ക് അപരിചിതമായിരുന്നു. കുറേ ആളുകൾ ആക്ഷേപിക്കുന്നു, കുറേ ആളുകൾ കാർക്കിച്ചു തുപ്പുന്നു, വലിയ ബുദ്ധിമുട്ടും പ്രയാസവും. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടം. പക്ഷേ നബി തങ്ങൾ ഉറച്ചു നിന്ന് മുമ്പോട്ട് നീങ്ങി. പിന്നീട് രണ്ടാമത്തെ ഘട്ടം സമാഗതമായി. ഈ ത്യാഗത്തിന്റെ എല്ലാം പാരമ്യം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശ്വാസത്തിന്റെ കൂടി ഭാഗമായ മക്കത്തുൽ മുക്കറമ സ്വന്തം നാടിനെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് അവർക്ക് പാലായനം ചെയ്യേണ്ടി വന്നു, ഹിജ്റ ചെയ്യേണ്ടി വന്നു. പ്രവാചകത്വത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ് കേൾക്കലും പറയലും. 40 ദിവസത്തേക്ക് 4 മാസത്തേക്ക് ഏതാനും വർഷത്തേക്കുള്ള മാറ്റവും അതിനുശേഷം തുടർന്ന് അവിടെ തന്നെ വന്ന് സുഖത്തോടുകൂടി കഴിയലുമല്ല ഇത്. എല്ലാം വിട്ടെറിഞ്ഞ് വട്ടപൂജ്യത്തിലേക്കുള്ള യാത്രയാകുന്നു ഹിജ്റ. മദീന തയ്യിബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഏറ്റവും വലിയ ത്യാഗത്തിന് തയ്യാറായി, സഹാബത്തും തയ്യാറായി. മദീനയിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഘട്ടം ആരംഭിച്ചു. ഈ ത്യാഗത്തിനിടയിലും കഴിവിന്റെ പരമാവധി എല്ലാവരുമായി നല്ല നിലയിൽ കഴിയാൻ പരിശ്രമിച്ചു. മുസ്ലിമീങ്ങൾക്കിടയിൽ ഉത്തമ ബന്ധം സ്ഥാപിച്ചു. അമുസ്ലിമീങ്ങളുമായി ആഴമേറിയ സന്ധികളുണ്ടാക്കി. യഹൂദികളുമായി മദീന കരാർ എന്ന പേരിൽ ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന
ഒരു കരാറ് നടത്തി. യഹൂദികൾക്ക് അവരുടെ മതം, മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം. യഹൂദികളും മുസ്ലിമീങ്ങളും മദീനക്കാർ എന്ന നിലയിൽ ഒരൊറ്റ സമുദായമായിരിക്കും. ഈ രീതിയിൽ അവരുമായും നല്ല നിലയിൽ ബന്ധപ്പെട്ട് കഴിയാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോഴും ത്യാഗം തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് കപടവിശ്വാസികൾ എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്തു. അവർ യഹൂദികളുമായി നിരന്തരം ബന്ധപ്പെടുകയും ഓരോരോ കുത്തിത്തിരിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. മറുഭാഗത്ത് മക്കയിലെ നിഷേധികൾ നാട് വിട്ടു പോയിട്ടും അവരുടെ പകയും ശത്രുതയും തീരാതെ അവരും പലവിധ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പടച്ചവന് നീതിയോടുകൂടിയുള്ള തീരുമാനമുണ്ട്. ഒരാൾ അക്രമം സഹിക്കുകയാണെങ്കിൽ എപ്പോഴും അദ്ദേഹത്തിന് അക്രമം സഹിച്ചുകൊണ്ടിരിക്കേണ്ട നിർബന്ധിതാവസ്ഥയൊന്നും അല്ലാഹു ഉണ്ടാക്കുന്നതല്ല. മർദ്ദന പീഡനങ്ങൾ സഹിക്കുന്നവർ അതിൻ്റെ ധർമ്മം നിർവഹിച്ചാൽ പടച്ചവൻ അവർക്ക് അദൃശ്യമായ നിലയിൽ ശക്തിയും ഔന്നിത്യവും നൽകുന്നതാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർദി വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. അതുകൊണ്ട് ഈ ശത്രുതയ്ക്കിടയ്ക്ക് അല്ലാഹു തആല ഇസ്ലാമിക സമൂഹത്തിന് അല്പാൽപമായി ശക്തി കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി. പടച്ചവന്റെ സഹായം വ്യക്തമായി പ്രകടമാകാനുള്ള സമയം സമാഗതമായി. അല്ലാഹുവിൻ്റെ കൽപ്പന വന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ അനുവാദമുണ്ട്. നിങ്ങൾ ഇത്രമാത്രം വിനയം കാണിച്ചും സന്ധിയിൽ കഴിയാൻ ആഗ്രഹിച്ചും മുമ്പോട്ട് വന്നിട്ടും അതിലൊന്നും പാഠം പഠിക്കാതെ അക്രമത്തിൻ്റെയും പേക്കൂത്തിൻ്റെയും ആളുകളായി വിലസുന്നതായ ശക്തികളെ കടിഞ്ഞാനിടേണ്ടതായിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫസാദ ഫിൽ അർദ്. പടച്ചവന് എപ്പോഴും നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ അല്ലാഹു തആല അനുവാദം കൊടുത്തു. ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് വിവരം കിട്ടി, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാനുള്ള വലിയൊരു കച്ചവട സംഘം സിറിയയിൽ നിന്നും കച്ചവടം നടത്തി മക്കയിലേക്ക് പോകുന്നുണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ. അതിൻ്റെ ലാഭം മുഴുവനും സത്യത്തിൻ്റെ പ്രകാശമായ ദീനിനെ ഊതിക്കെടുത്താൻ വേണ്ടിയാണെന്ന് വിവരം കിട്ടി. ഇന്നുമുണ്ട് നിഷേധികളായ ആളുകൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അവരുടെ സമ്പത്തിൻ്റെ 2.5% ധർമ്മത്തെ ഇല്ലാതാക്കാൻ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ അവർ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് 2% സക്കാത്ത് പറഞ്ഞാൽ വലിയ വലിയ പണക്കാർ ദാരിദ്ര്യം അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നിഷേധികളായ ആളുകൾക്ക് ശമ്പളം വരുന്നതായ സമയത്ത് തന്നെ ബാങ്കിൽ നിന്ന് 2.5% വേറൊരു അക്കൗണ്ടിലോട്ട് പോകുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അനുഗ്രഹീത വിശ്വാസത്തിന്റെ വേരറുക്കാൻ ഖാദിയാനിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഇതുപോലുള്ള ബാത്തിലുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ശമ്പളത്തിന്റെ 2% അവർ പോലും അറിയാതെ അത് വേറെ അക്കൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് വിവരം കിട്ടി, അബൂ സുഫിയാനും കൂട്ടരും വലിയ ലാഭവുമായി പോകുന്നു. ആ ലാഭം കൊണ്ടവർ മദീനയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിച്ചു. മുഹാജിറുകൾ ചാടി എഴുന്നേറ്റു. അൻസാറുകളും പരിപൂർണമായി സന്നദ്ധരായി. വികാരഭരിതമായ സംഭവങ്ങളാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമദാൻ മാസത്തിൽ യാത്ര ആരംഭിച്ചു.
313 സഹാബാക്കളെയും കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് യാത്ര ആരംഭിച്ചു. ഈ വിവരം അബൂ സുഫിയാനും കൂട്ടരും അറിഞ്ഞപ്പോൾ അവർ ഒരു പ്രത്യേക വഴിയിലൂടെ സഞ്ചരിച്ച് ഒളിച്ചോടുകയും മക്കയിലേക്ക് ആളുകളെ വിട്ട് ഇതുപോലെ നമ്മളെ സഹായിക്കണം, മുഹമ്മദും കൂട്ടരും വലിയ സൈന്യവുമായി ഞങ്ങളെ തകർക്കാൻ വരുന്നു എന്ന് വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്തു. പ്രോപ്പഗണ്ടയും പ്രചാരണവും ബഹളവും ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ചെയ്തുവെന്ന് പറയലും, ആരെങ്കിലും പൊട്ടാസ് പൊട്ടിക്കുമ്പോൾ അത് മുസ്ലിമീങ്ങൾ ബോംബിട്ട് എന്ന് പത്രത്തിൽ വരലും ഇത് പുതിയ കാര്യമൊന്നുമല്ല. മക്കയിൽ ഒരാളെ വിട്ടു, അദ്ദേഹം തുണി അഴിച്ച് തെക്കോട്ടും വടക്കോട്ടും ഓടാൻ തുടങ്ങി. ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും വായുവും പിടിച്ചോടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഇതുപോലെ ഇപ്പം എല്ലാവരും മരിക്കും, അൽ മദദ്, പെട്ടെന്ന് സഹായിക്കണം. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 ആളുകൾ ഉടനടി തയ്യാറായി. 1000 ആളുകൾ തയ്യാറായി. എന്നിട്ട് നേരെ കഅബ ഷരീഫിന് മുമ്പിലേക്ക് വന്നു. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക, അല്ലാഹുവേ മുഹമ്മദിന്റെ സന്ദേശം സത്യമാണെങ്കിൽ ഞങ്ങളെ തകർക്കണം, ഞങ്ങളാണ് സത്യമെങ്കിൽ അവരെ തകർക്കണം. പ്രാർത്ഥന നടക്കുകയാണ്. ഇന്നും സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക മെയ്ക്കും ബഹളവും ദിവസവും കത്തലും കാറലുമെല്ലാം വേണം. നിഷേധികൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ തയ്യാറായി മുമ്പോട്ട് വന്നു. ബദർ എന്ന് പറയുന്ന രണാങ്കണത്തിലേക്ക് അവർ നീങ്ങി. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിച്ചു. നമ്മൾ വന്നത് അബൂ സുഫിയാനെയും കൂട്ടരെയും നേരിടാൻ, പക്ഷെ അവർ ഓടി ഒളിച്ചു കളഞ്ഞു. വേറെ പുതിയ ആളുകൾ വരികയാണ്. എന്ത് ചെയ്യണം? അല്ലാഹു തആല എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, നിങ്ങൾ ഏതിനെ നേരിട്ടാലും നിങ്ങൾക്ക് വിജയം നൽകാമെന്ന്. സഹാബത്ത് പറഞ്ഞു, നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം. അങ്ങനെ അവർ മുമ്പോട്ട് പോയി. ബദർ മദീന തയ്യിബയിൽ നിന്നും 150 കിലോമീറ്റർ മക്കയുടെ വഴിയിൽ, മക്കയിൽ നിന്നും 250-300 കിലോമീറ്റർ മദീനയിലേക്കുള്ള വഴിയിൽ പുതിയ ഹറമൈൻ ട്രെയിൻ വരുന്നുണ്ട്. അത് ബദർ വഴിയായിട്ടാണ് സഞ്ചാരം നടക്കുന്നത്. മാഷാ അല്ലാഹ്, എനിക്ക് വലിയ സന്തോഷം വന്നു. ആ ബദറിലേക്ക് പ്രവേശിക്കുന്നതായ ആദ്യ സ്ഥലത്ത് ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേര് അൽ ഹസനിയ എന്നാണ്. അവിടെയാണ് ബദറിലെ ആദ്യത്തെ ഷഹീദായ സഹാബി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ബദറിലെത്തി. ആയുധത്തിന് ആയുധമില്ല, ആൾബലത്തിന് ആൾബലമില്ല, വാഹനത്തിന് വാഹനമില്ല, ഒന്നുമില്ല. പക്ഷേ ചില ഗുണങ്ങളുണ്ട്. മറുഭാഗത്ത് ആയുധത്തിന് ആയുധം, ആളുകൾക്കാള്, കൂടാതെ കുടിക്കാനും ആടാനും പാടാനും സൗകര്യം, എല്ലാവിധ സജ്ജീകരണവും. قد كانت لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة. ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ വന്നവരാണ്, വേറൊരു കൂട്ടം ആളുകൾ നിഷേധികളായി വന്നവരാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. ഒരു ഭാഗത്ത് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു സഹായിക്കാമെന്ന്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ കൂടാരം കെട്ടി അവിടെ നിരന്തരം നിസ്കാരത്തിലും ദുആയിലും വ്യാപൃതരായി. അതിലെ ഒരു ദുആയാണ്, അല്ലാഹുവേ നാളത്തെ പോരാട്ടത്തിൽ മുസ്ലിമീങ്ങൾ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ലോകാവസാനം വരെയും നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു.
സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ദീനിന്റെ അടിസ്ഥാനം ഈ വിശുദ്ധമായ വചനമാണ്. പടച്ചവനെ, ഈ സമുദായം വെറും ആൾക്കൂട്ടമല്ല, വെറുതെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് നടക്കുന്നതായ ലക്ഷ്യമില്ലാത്ത പതികരല്ല. ഇവർക്ക് 2 ലക്ഷ്യം ഇവരുടെ നെഞ്ചിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞങ്ങൾ നന്നാകണം, ലോകത്തെ നന്നാക്കണം. ഇവർ ഇല്ലാതായാൽ പിന്നീട് ഈ 2 ഗുണങ്ങളും ലോകത്ത് ഇല്ലാതാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇരുൾ മുറ്റുമെന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയും നന്നാകുകയും നന്നാക്കുകയും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നടക്കണമോ റഹ്മാനെ, നീ ഇവരെ രക്ഷിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഇനി ദുആയുടെ ആവശ്യമില്ല. അള്ളാഹു ഈ വചനം ഞാൻ കേട്ടപ്പോൾ തന്നെ പടച്ചവൻ ദുആ കബൂലാക്കി എന്ന് എനിക്ക് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ബദറിന്റെ ഓരോ മൈതാനത്തിന്റെ ഓരോ ഭാഗവും കാണിച്ചു. അബൂജഹൽ ഇവിടെയായിരിക്കും വീഴുക, ഉത്ബ ഇവിടെയായിരിക്കും വീഴുക, ഷൈബ അപ്പുറത്തായിരിക്കും വീഴുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിൽ നിന്നും ഒരു തരി പോലും അവർ തെറ്റുകയുണ്ടായില്ല, അവിടെ തന്നെ അവർ വീണ് മരിക്കുകയുണ്ടായി. പിറ്റേന്ന് റമദാൻ 17, ഒട്ടിയ വയറുമായി ഒന്നുമില്ലാത്ത കൈകാലുകളുമായി സഹാബാക്കൾ ഇത് അന്തും ബിൽ ഉദ്വത്തി ദുനിയ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ വീർത്ത വയറും ആയുധങ്ങളുമായി ശത്രുക്കൾ ഉദ്വത്തുൽ ഖുസ്വ എന്ന് പറയുന്നതായ സ്ഥലത്ത് പോരാട്ടം ആരംഭിച്ചു. ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. അല്ലാഹു തആല ആദ്യം 1000 മലക്കുകളെ, ശേഷം 3000 മലക്കുകളെ, വേണമെങ്കിൽ ഇനിയും മലക്കുകളെ അയക്കുമെന്ന് പറഞ്ഞ് മലക്കുകളുടെ മാരി വർഷിക്കുകയുണ്ടായി. പോരാട്ടം ആരംഭിച്ചു. സഹാബികൾ പറയുന്നു, ഞാൻ ആളുകളുടെ പിന്നാലെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വാളുകൊണ്ട് വെട്ടുന്നതിന് മുമ്പായി തന്നെ വേറെ ആരും അവരെ വെട്ടുകയും മലർന്ന് വീഴുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകളെ അള്ളാഹു തആല ഇറക്കി. വളരെ ഉന്നതമായ വിജയം മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചു. 70 നിഷേധികൾ കൊല്ലപ്പെട്ടു. 70 നിഷേധികളെ തടവിൽ പിടിക്കപ്പെട്ടു. ധാരാളം സമ്പത്ത് ലഭിച്ചു. ഇതാകുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 3ാമത്തെ ഘട്ടം. പക്ഷെ ഓർക്കണം, ഘട്ടം അവസാനിച്ചില്ല. ഇന്നൊരു അവതരണമുണ്ട്. ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തഖ് യുദ്ധം, മറ്റേ യുദ്ധം, മറിച്ച യുദ്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 3 പോരാട്ടങ്ങളെ നടത്തിയിട്ടുള്ളൂ. ഒന്ന് മക്ക മുശ്രിക്കീങ്ങളോട്, അത് ബദറിൽ നിന്നും ആരംഭിച്ചു. എന്നിട്ട് അവർ പോയി വീണ്ടും പ്രതികാരം വീട്ടുന്നതിന് വേണ്ടി അടുത്ത വർഷം ഉഹദിൽ വന്നു. അതേ പോരാട്ടം തന്നെയാണ്. ഉഹദിൽ അവരിങ്ങോട്ട് വന്നു. അവിടെ കുറെ പ്രശ്നങ്ങളുണ്ടായി. സമാസമമായി മടങ്ങി. പിന്നീട് 3ാമത്തെ വർഷം സർവ്വസന്നദ്ധരായി അവർ ഖന്തഖിൽ വരികയുണ്ടായി. അല്ലാഹു തആല കാറ്റടിച്ചവരെ പറത്തിക്കളഞ്ഞു. അതിനുശേഷം ഹുദൈബിയ എന്ന് പറയുന്ന വല്ലാത്തൊരു സംഭവം നടന്നു. ഏകപക്ഷീയമായ നിലയിലുള്ള കരാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിടുകയും വളരെ വിനയം കാണിച്ച് താഴ്മ കാണിച്ച് ഒരു ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തുകയും ചെയ്തു. സഹോദരങ്ങളെ, ഏതാണ്ട് ഇന്ന് മുസ്ലിം സമുദായം കുറേ നാളുകളായി ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു. ഇപ്പോൾ ഒരു വല്ലാത്തൊരു പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ബദറിനെ പറ്റിയുള്ള പഠനം അങ്ങേയറ്റം ആവശ്യമാണ്. അല്ലാഹു തആല ബദറിനെ പറ്റി വിവരിച്ചുകൊണ്ട് സൂറത്തുൽ അൻഫാൽ എന്ന് പറയുന്ന ഒരധ്യായത്തിൽ ഏതാണ്ട് പരിപൂർണമായി അതിൻ്റെ വിവിധ പാഠങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ 1ാമത്തെ വചനമാണ് ഓതപ്പെട്ടത്. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ. അവർ ചോദിക്കുന്നു, യുദ്ധത്തിൽ കൂടി കിട്ടിയ സമ്പത്ത് ആർക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? പറയുക, അതിന്റെ തീരുമാനം അള്ളാഹു എടുക്കും.
അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ് സമരാർജിത സമ്പത്ത്. അതിലെ തീരുമാനം പടച്ചവൻ പറയും. 1, 2, 3, 4, 5 പേജിന് ശേഷം അതിന്റെ തീരുമാനം പറയുന്നുണ്ട്. പക്ഷെ അല്ലാഹു തആല അവിടെ നിർത്തിയിട്ട് പറയുന്നു, നിങ്ങൾ അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകാതെ ബദർ എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ബദറിന്റെ പൂർത്തീകരണം എങ്ങനെ നടക്കും എന്നതിനെപ്പറ്റി ആലോചിക്കുന്നു. ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനികും വഅതീഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിനോട് ഭയവും ഭക്തിയും പുലർത്തി പാപങ്ങൾ വർജിക്കിൻ, നിങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ നന്നാക്കിൻ, ഈമാനുണ്ടെങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് നന്മകൾ അധികമായി പ്രവർത്തിക്കിൻ. ബദർ വിജയത്തിന്റെ അടിസ്ഥാനമായ 3 കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ബദർ ഒരു സംഭവമല്ല, ബദർ ഒരു മാതൃകയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കേണ്ട, എൻ്റെ കുടുംബത്തിൽ യാഥാർത്ഥ്യമാകേണ്ട, എൻ്റെ കൂട്ടുകാരിൽ പുലരേണ്ട, മുസ്ലിമീങ്ങൾക്കിടയിൽ യാഥാർത്ഥ്യമാകേണ്ട, അമുസ്ലിമീങ്ങളുടെ ഇടയിൽ വളരെ വ്യക്തമായി പ്രകാശിക്കേണ്ട ഒരു മാതൃകാ സംഭവമാണ് ബദർ. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാലഘട്ടത്തിൻ്റെ ഏതോ സമയത്ത് നടന്നു, എന്നിട്ട് കാലയവനികയിൽ മറന്നു. പിൻഗാമികളായ ആളുകൾ അതിനെ വെറുതെ പാടിയും കേട്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് പിരിവും മറ്റും നടത്തി ശാപ്പാടൊക്കെ അടിച്ച് വയറും വീർത്ത് കറങ്ങി നടക്കുക. ഇങ്ങനെയുള്ളൊരു സംഭവമല്ല ബദർ. ബദർ നിങ്ങളിൽ നടക്കണം. നിങ്ങളുടെ വ്യക്തി ജീവിതം വിജയപ്രദമല്ലയോ, നിങ്ങൾ ബദരീങ്ങളെ പഠിക്കൻ. നിങ്ങളുടെ കുടുംബജീവിതം തകർച്ചയിലാണോ, നിങ്ങൾ ബദറിനെ പഠിക്കൻ. നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങൾ അമുസ്ലിമീങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അപകടത്തിലാണോ, ബദറിനെ പഠിക്കൻ. എന്നല്ല അല്ലയോ ബദരീങ്ങളെ, നിങ്ങളും യാഥാർത്ഥ്യം മനസ്സിലാക്കി ബദറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൻ. 1, പാപങ്ങളെ വർജിക്കൻ. 2, പരസ്പര ബന്ധങ്ങൾ നന്നാക്കി. 3, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന എന്താണെന്ന് നോക്കി ഓരോ കാര്യങ്ങളും അതിനനുസൃതമായി നീക്കിൻ. എന്നാൽ ബദർ യാഥാർത്ഥ്യമാകും. സഹാബാക്കൾ അത് പാലിച്ചു. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബദർ മുമ്പോട്ട് നീങ്ങി. ഉഹദിൽ കുറച്ച് താഴ്ചയുണ്ടായി. ഖന്തക്കിൽ അഭിമാനത്തിന്റെ വലിയ ഗർവ് നടത്തി. ഹുദൈബിയയിൽ വളരെയധികം ബേജാറും അസ്വസ്ഥതയും സഹിച്ച് ബദരീങ്ങൾ മുമ്പോട്ട് നീങ്ങി. അവസാനം ഇതുപോലെ ഒരു റമദാൻ മാസത്തിൽ ആ ബദറിന്റെ പൂർത്തീകരണമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4ാമത്തെ ഘട്ടം ആരംഭിച്ചു. ആ ഇറക്കിവിട്ട മക്ക മുക്കറമയിലേക്ക് പ്രവാചകരും അനുയായികളും പ്രവേശിച്ചു. വിനയത്തോടെ പ്രവേശിച്ചു. പരിശുദ്ധമായ കഅബ ഷരീഫിനെ അവർ തവാഫ് ചെയ്തു. ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. മക്കത്തുൽ മുക്കറമ ഇസ്ലാമിന്റെ കേന്ദ്രമായി മാറി. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പഠിക്കണം. അള്ളാഹു റമദാൻ മാസത്തിലാണ് ബദറിന്റെ ആരംഭവും ബദറിന്റെ സമാപനവും വെച്ചത്. ഫത്തഖുല്ലാഹ്, പടച്ചവനെ ഭയന്ന് പാപങ്ങൾ വർജിക്കിൻ. നമ്മളെ വിജയിപ്പിക്കുന്നത് കുറെ നന്മകളല്ല, പാപങ്ങൾ വർജിക്കിൻ. സാമ്പത്തികമായ പാപങ്ങൾ, ശാരീരികമായ പാപങ്ങൾ, നാവ് കൊണ്ടുള്ള പാപങ്ങൾ വർജിക്കിൻ. 2, ബന്ധം നന്നാക്കിൻ. പോരാട്ടങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരും, അമുസ്ലിമീങ്ങളുമായും പ്രശ്നം വരും. പ്രത്യേകിച്ച് വിജയമെല്ലാം ലഭിക്കുമ്പോൾ ഞാൻ പ്രസിഡന്റ് ആകാം, ഞാൻ സെക്രട്ടറി ആകാം, ഞാൻ തലയിൽ കയറാം, ഇയാൾ വാലി ഇന്നാ മതി, ഇങ്ങനെയുള്ള പിടിയും വലിയുമെല്ലാം ഉണ്ടാകും. അള്ളാഹു പറയും, നിങ്ങൾ അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കും. പോരാട്ടമാണ്, നമുക്കിടയിൽ ശത്രുതയൊക്കെയുണ്ട്, പക്ഷേ മാനുഷികമായ ബന്ധം വിടണ്ട. 3, ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് നീങ്ങുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ വിജയം ആഗ്രഹമുണ്ടെങ്കിൽ, വ്യക്തി ജീവിതത്തിൽ വിജയം ആഗ്രഹമുണ്ടെങ്കിൽ, സാമൂഹ്യ ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ത്യ മഹാരാജ്യത്ത്
ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും അന്തസ്സുയരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേറെ എളുപ്പവഴിയൊന്നുമില്ല. ഉണ്ടൊരു എളുപ്പവഴി. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന എളുപ്പവഴിയുണ്ട്. ബദരീങ്ങളാകുന്ന എളുപ്പവഴിയുണ്ട്. അള്ളാഹുവിനെ ഭയന്ന് റമദാൻ മാസത്തിലൂടെ തഖ്വയുണ്ടാക്കിയെടുത്ത് ഓരോരോ പാപങ്ങൾ വർജിക്കും. ഒരു ദിവസം ഓരോ പാപം വീതം വർജിക്കും. പറ്റുന്നില്ല ഒരു മാസത്തിലൊരു പാപം വീതം വർജിക്കും. പറ്റുന്നില്ല കുറഞ്ഞ പക്ഷം ഒരു വർഷത്തിലെങ്കിലും ഈ റമദാൻ മാസത്തിലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാപം ഒരിക്കലും ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കും. 2, പരസ്പര ബന്ധം നന്നാക്കും. സമുദായവുമായി അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കും. കുറെ ആളുകൾ ഖത്തറിന്റെ കൂട്ടത്തിൽ കൂടുന്നു, കുറെ ആളുകൾ ഇമാറാത്തിന്റെ കൂട്ടത്തിൽ കൂടുന്നു. സഹോദരങ്ങൾ, ആരുടെ കൂട്ടത്തിലും കൂടണ്ട, അള്ളാഹിന്റെ കൂട്ടത്തിൽ കൂടി യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കും. ചെറിയ ഭിന്നത വന്നാൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ. ഇതെല്ലാം അനാവശ്യമായ അന്തമില്ലാത്ത ബോധമില്ലാത്ത കളികൾ. നമ്മൾ യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കും. അള്ളാഹു ഉമ്മത്തിനെ യോജിപ്പിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നടത്തപ്പെടുന്ന പരിശ്രമങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. 3, നന്മകൾ പ്രവർത്തിക്കും. അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ച് നന്മകൾ പ്രവർത്തിക്കും. ബദർ കാത്തിരിക്കുന്നു നമ്മളിൽ പുലരാൻ. ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനികും വഅതീഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ.